പൊതുവഴി തടഞ്ഞ് ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓരോ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾ. ഇനി ഇത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ അങ്ങനെ പതിവില്ലാത്ത ഒരു കാഴ്ചയാണ് നേതാക്കൾ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം. സമരങ്ങൾ നടത്തേണ്ടത് റോഡിലല്ല എന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രദീപ് ജോസഫ് തന്നെ അതിന്റെ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഏതൊക്കെ നേതാക്കളാണ് എത്തിയത്? ഇനിയും നേതാക്കൾ മാപ്പ് പറയാനുണ്ട്. പക്ഷേ ഇതിന് ശേഷവും പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ പിന്നെ എവിടെ നടത്തണം എന്നുകൂടിയാണ് ചോദിക്കുന്നത്. നിരുപാധികമുള്ള മാപ്പിൽ എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുൻപിലും വഞ്ചിയൂരിലും ഒപ്പം കൊച്ചി കോർപ്പറേഷന് മുൻപിലുമൊക്കെ നടന്ന പ്രതിഷേധ സമരങ്ങളും പാർട്ടി പരിപാടികളുമൊക്കെയാണ് കോടതിയുടെ രോഷത്തിന് കാരണമായത്. ഇക്കാര്യത്തിൽ നേരത്തെ കേസെടുത്തിരുന്നു. നേതാക്കളോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കൂടാതെ CPI നേതാവായ പന്ന്യൻ രവീന്ദ്രൻ, എറണാകുളത്തിന്റെ MLA ആയ TJ വിനോദ്, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവരാണ് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത്. ഇവരോട് ഇന്ന് നേരിട്ട് ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മറ്റന്നാൾ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ വഴി തടഞ്ഞുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇനി ഉണ്ടാകില്ല എന്ന് നേതാക്കൾ കോടതിക്ക് ഉറപ്പ് നൽകി. അതേസമയം പ്രതിഷേധ സമരങ്ങളെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി, പക്ഷേ ഇത്തരം സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തേണ്ടത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടുറോഡിലാകരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല ഹർജിക്കാർ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകിയതായി സർക്കാരും കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അടുത്ത മാസം പരിഗണിക്കാൻ വേണ്ടി വീണ്ടും മാറ്റിയിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിന് കൊച്ചിയിലോ കോട്ടയത്തോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഒന്നും ഒരു പൊതുസ്ഥലം ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ എവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തമ്മിൽ ഒരു ധാരണയിൽ അല്ലെങ്കിൽ സമവായത്തിൽ എത്താൻ സാധിച്ചേക്കാം. എന്തായിരുന്നാലും ജനകീയ പ്രശ്നങ്ങളിൽ പ്രതിഷേധം നടത്തുന്നത് അവസാനിക്കാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാത്രമേ ഇനി പ്രതിഷേധങ്ങൾ നടത്തുകയുള്ളൂ എന്നാണ് പുറത്തു വന്ന ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരി പ്രദീപ് ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഷിയാസിന്റെ കാര്യം. ശരിയാണ്, നേതാക്കളൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങി വന്നതിന് ശേഷം അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് ഞങ്ങൾക്ക് സമരം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പൊതുമിട എവിടെയാണ്, അങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ഒരു തീരുമാനം കൈക്കൊള്ളും എന്നൊക്കെ തരത്തിലാണ് പ്രതികരണവും വന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ തുടരും. നമ്മുടെ രാജ്യത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ, പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക് കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് യാഥാർത്ഥ്യമാണ്. വഞ്ചിയൂർ CPM നടത്തിയ റോഡ് കെട്ടിയടച്ച് നടത്തിയ സമരം അത് ശരിയായ രീതിയല്ല. പെട്ടെന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ തെരുവിലല്ലാതെ വേറെ എവിടെയാണ് നടത്തുക? ആ സമരങ്ങൾ തുടരും.